COP5B നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ CPRനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നോളജ് ഉള്ള ആള്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓരോ പ്രൊസീജിയറിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ നോളജ് ഉള്ള ആള് ഞാനാണ്. അല്ല, എന്നേക്കാൾ ഈ ഓരോ വിഷയങ്ങളിലും വർഷങ്ങളത് ചെയ്തും പഠിച്ചും കണ്ടും അനുഭവ സമ്പത്തുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഏറിയ പങ്കാൾക്കാരും. എന്നിട്ടും എന്തേ ഞാനിവിടെ നിൽക്കുന്നു? എന്തേ നിങ്ങൾ അവിടെ ഇരിക്കുന്നു? അതിന് കാരണം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു റോള് സ്പെസിഫൈഡ് ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ NABH വഴി നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡുകൾ പഠിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന്, അങ്ങനെ വർത്തമാനം പറയാൻ ശീലമുള്ള എന്നെ നിങ്ങൾ ഏൽപ്പിച്ചു. എന്നേക്കാൾ പലതിലും നിങ്ങൾക്കാണ് അറിവ്. പക്ഷെ ആ സ്റ്റാൻഡേർഡുകളെ പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 25 കൊല്ലം നിങ്ങളുമായി വാചകമടിക്കുന്നത് കൊണ്ട്, നിങ്ങളെ അറിയുന്നത് കൊണ്ട്, നിങ്ങളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമെന്നതുകൊണ്ട് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതൊരു ഏൽപ്പിക്കപ്പെട്ട റോളാണ്. നിങ്ങൾ നാളെ ഈ സ്റ്റാൻഡേർഡുകൾ എടുക്കുമ്പോൾ അതിൽ എനിക്കും സന്തോഷമുണ്ട്. നിങ്ങളുടെ അക്രഡിറ്റേഷനിൽ എനിക്കും സന്തോഷമുണ്ട്. കാരണം ഈ റോൾ ഞാൻ നന്നായി ചെയ്തു എന്ന് അത് തെളിയിക്കും. നമ്മുടെ ഈ CPR ചെയ്യുമ്പോൾ പലർ ചേർന്നിട്ടാണ് ഒരു പ്രൊസീജിയർ നടക്കുക. ഓരോരുത്തർക്കും വിശദമായ അറിവുകൾ ഉണ്ടാകാം. പക്ഷെ അവിടെ ആരെന്ത് ചെയ്യണമെന്ന് നേരത്തെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം പരസ്പരം. അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാൻ പോകുമ്പോൾ വേറൊരാൾ വന്ന് NABHനെ കുറിച്ച് ഇവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങും. അദ്ദേഹത്തിന് ആ പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാവും, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ചിലപ്പോൾ ശീലമുണ്ടാവില്ല. അതുപോലെ നമുക്ക് CPR ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അവരുടെ റോളുകളെക്കുറിച്ചും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും അതിൻ്റെ ആ ഫങ്ഷണൽ ടീമിനകത്തും ഫങ്ഷണലായിട്ട് തന്നെ ഉണ്ടാവണം. COP5B നമുക്ക് ഡ്യൂറിങ് CPR അസൈൻഡ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവിടെ ഉണ്ടാവണമെന്നാണ്.